സുൽത്താന ഷൈനിവിടെ റെഡി ആവുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് വരിക്കശ്ശേരി സോറി ഏതോ ഒരു മല കാണാൻ പോവാണ്. മലയും കാടും ഒക്കെ കാണാൻ വേണ്ടി പോവാണ്. നമ്മളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. വണ്ടിയിൽ റിയ ഉണ്ട്, ഐഷുണ്ട്, റിയൻ്റെ ഐഷുൻ്റെ ഉമ്മ ഉണ്ട്, അതായത് സബിമേമ, ഇമ്മ, ഉപ്പ. ഞങ്ങൾ ഇത്രയും പേര് മാത്രമാണ് ഗസ് പോകുന്നത്. അവരവിടെ വണ്ടിയിൽ കയറുന്നുണ്ട്. ഞാൻ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇവിടെ പോകുന്നേ നമ്മൾ ആ സ്ഥലം വഴിക്കശ്ശേരി. ഓക്കെ, വരിക്കശ്ശേരി. ഞാൻ പറയും അല്ല വേണ്ട, വല്ലാത്തൊരു അമ്പലാണല്ലോ. പറയത്തുമില്ല, പറയിപ്പിക്കുന്നില്ല, തീറ്റിക്കുമില്ല എന്ന് പറഞ്ഞവരെ. സോ ഇവിടെ എത്താം. നമ്മള് എവിടെ മനുഷ്യരി ടൗൺ എവിടോ എത്തിയിട്ട് നമ്മള് റൈറ്റ് ടേൺ എടുത്തിട്ടുണ്ട്. കണ്ടുണ്ടോ ഇങ്ങനെ ഒരു വണ്ടിക്കകത്ത് എല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് മൈക്കില്ലാതെ പറ്റത്തില്ല. സ്കൂളിൽ നിന്ന് കുട്ടികൾ വഴി തെറ്റി ഇവിടെ റോഡാണ്. അപ്പൊ റോഡ് പണി നടക്കുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കുറെ ഗേറ്റ് വരും ഇവിടെ തുറന്നിട്ടിട്ടുണ്ട്. അത് വല്ലവരുടെയും പറമ്പ്. ഈ പറമ്പിലൂടെ നമ്മൾ ഇങ്ങനെ കയറ്റി വലത്തോട്ടൊരു വളവ് അങ്ങ് തിരിച്ച് അങ്ങനെ നമ്മള് ഇപ്പുറത്തൊരു റോഡ് കാണാനുണ്ട്. നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. അനുവാദം കൂടാതെ ക്യാമറ ഉപയോഗിക്കരുത്. ടിക്കറ്റ് എടുത്തു. ഇവിടെ ഞങ്ങൾ 5 പേർക്കാണ്. ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോ അതിന്റെ ഡീറ്റെയിൽസ് പറയണം. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്താ പറയാ, ടിക്കറ്റ് വേണ്ട. സോ ഐശ്വര്യ നമ്മൾ ഉൾപ്പെടുത്തിയില്ല. അപ്പോ നമ്മള് 5 ആൾക്ക്, ഞങ്ങൾ 6 ആളുണ്ട്. 5 പേർക്ക് 250 ആണ് ആയത്. ഫെബ്രുവരി എന്താ പറയാ 7-ന് 12 വയസ്സാവും. ആ ആളാണ് എനിക്ക് 10 വയസ്സ്. നമ്മൾ വന്നിട്ടുള്ളത് വരിക്കശ്ശേരി മലകോട്ടാണ്. ഇവിടുത്തെ എൻട്രിയുടെ ടൈം എന്ന് പറയുമ്പോൾ ഒരു 9 to 5:30 വരെയാണ്. 9 മണി തൊട്ട് 5:30 വരെ മാത്രമേ ഇവിടെ എൻട്രി ഉള്ളൂ. ഇനി എൻട്രിയുടെ ഫീ എന്ന് പറയുന്നത് പെർ ഹെഡ് 50 rupees ആണ്. ഇവിടെ ക്യാമറ വേണമെന്നാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പെർമിഷൻ എടുക്കണം. സോ നമ്മുടെ ക്യാമറ ഫോണില്ലാത്ത ആൾക്കാരുണ്ടാവും അവിടെ. അപ്പൊ അവര് എത്ര സമ്പാദിച്ചു കൂട്ടും. നമ്മളിതാ എത്തി. ഞാൻ കാണിച്ചുതരാം. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ. ഐഷു കുട്ടി ഫ്രോക്ക് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. മൂത്താപ്പ മൂത്തമ്മ ഒക്കെ ഉണ്ട്. ബാബു ഷൂ ഇട്ട് ഇറങ്ങണുള്ളൂ. നമ്മള് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം നല്ല രസമല്ലേ കാണാൻ? ഫുള്ള് പറമ്പ്. അതിനുള്ളിൽ എന്തുണ്ട് കേട്ടോ, സംതിങ് നൈസ്. നമുക്ക് ആർക്കും എൻട്രി ഇല്ലാത്തതൊന്നും. വേറെ പഴയ വല്ല മനയാണോ? അവിടെ വീടെന്തോ കാണാനുണ്ട്. അങ്ങോട്ട് എൻട്രി. ഇവിടെ നമ്മള് അങ്ങനെ ഇവിടെ എത്ര മൂവി ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അറിയണോടത്തോളം ഇവിടെ പ്രേതം, പിന്നെ തമ്പുരാൻ. ജസ്റ്റ് ഞാനങ്ങനെ പണ്ടത്തെ സിനിമ പണ്ട് സിനിമ അഡിക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ പഴയ ഫിലിംസ് എല്ലാവരും ഓൾമോസ്റ്റ് ഇപ്പം ഉള്ളവരൊക്കെ പഴയ മൂവി കാണുന്നു. ഞാൻ പഴയ മൂവി അധികം കാണാറില്ല. കണ്ടു കഴിഞ്ഞാൽ അപ്പം മറക്കും. എക്സാക്ട് മൂവീസൊന്നും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ കുറേ കാലത്തിന്റെ പ്ലാനിങ്ങിൽ ഒടുവിലാണ് വന്നിട്ടുള്ളത്. ഹോഴ്സ് റൈഡിനുള്ള സെറ്റപ്പ് ഉണ്ട്. സോ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. ലാസ്റ്റ് കുതിരയിൽ കയറ്റി ഇത് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഷൂ, ഈ ഒരു ഡ്രസ് ഫുള്ള് എന്റെ കെട്ടിയവന്റെ ആനിവേഴ്സറി ഗിഫ്റ്റാണ്. ഓക്കെ, നമ്മൾ എടുത്തെടുത്ത് പറയണം, എന്നാലേ വീണ്ടും വീണ്ടും തരാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. നമ്മൾ എൻട്രി ചെയ്ത് വരുമ്പം നടുക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ 3 ബിൽഡിംഗ് സൈഡിലായിട്ട് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. നമുക്ക് ഏത് അറ്റത്തുനിന്ന് തുടങ്ങണമെന്നുള്ളത്. പകത്തിയ സ്ഥലമാണിത്. പ്രേതം മൂവി ഇവിടെ വെച്ചിട്ടായിരുന്നു. പ്രേതം 2 പാവകത്തെ ആ സ്ഥലമാണ് കാണുന്നത് കേട്ടോ. എന്നെ കത്തിയാലോ, കത്തിയാ പോലെ അതന്നെ. ചെരുപ്പ് ഊരിയിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാന്നാണ് കരുതിയത്. പക്ഷെ നമ്മൾ ചെരുപ്പ് ഊരി വെച്ചാൽ മാത്രമേ കയറാൻ പറ്റൂ. എന്റെ കഷ്ടകാലത്തിന് ഞാനാണ് ഷൂ ഇട്ടിട്ടാ വന്നത്. ഷൂ ഊരുന്നതും ഇടുന്നതും പോലത്തെ വേറെ പാടില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ അതുകൊണ്ട് ഞാൻ അവിടെ ലാസ്റ്റ് കയറാന്നാണ് കരുതിയത്. വരുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഷൂ ഇട്ടുകൊണ്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യാനുണ്ട്. സോ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. അവര് 3 പേരും ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് മിസ്സായിരുന്നു. അതുകൊണ്ട് അവരെങ്ങോട്ടാ പോയെന്ന് അറിയാൻ വയ്യാതെ കുറച്ച് വട്ടം കറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യമേ ഷൂ ഇടാനുള്ള മടി കാരണം വേറെ പോർഷനിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ കയറി തന്നെ സാരി അവൈലബിൾ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാം.
എന്റെ ചേട്ടനാ നിക്കുന്നത് തോന്നുന്നു. വെറുതെ പിടിച്ചോണ്ടല്ലോ നമുക്ക് ഈ ഒരു അക്ഷത്തിൽ അങ്ങോട്ട് കയറാം. വായിച്ചോ? അല്ലതാണ് എന്തൊരു പറ്റുമോ മറ്റേ പ്രയത്നത്തിൽ സോ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഇവിടേക്കാണ് എത്താ. ഐഷ എന്തൊക്കെയാ അവിടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. മേലോട്ട് ചില താഴെ എഴുതിയിട്ടുണ്ട് സാങ്കേതിക പോകാൻ മേലോട്ട് കയറാൻ പെർമിഷൻ അല്ലാതെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഗായ്സ്, പ്രേത മൂവിയിൽ അവർ പ്രേതത്തെ കണ്ട് ഓടിച്ച സ്ഥലം പറയുന്നത് അപ്പുറത്തൂടെ ഇറങ്ങാൻ പറ്റാത്തതിനാണ്. മറ്റേവർ ഇവിടെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് അവര് നമ്മളെ കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് നമ്മളുള്ളിടത്തോട്ട് ഉപ്പായ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഷൂ ഊരാൻ പാടാന്നും പറഞ്ഞ് നമ്മൾ കേറാഞ്ഞ പോർഷനിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതായത് ആ മെയിൻ തറവാട് പോലത്തെ ഉള്ളതിലായിരുന്നു അവരുണ്ടായിരുന്നത്. വിളിച്ചോണ്ട് പോവാണ്. യെസ്, ഓക്കെ. ഇതെന്തോ സെറ്റപ്പ്, ഇതെന്താന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുക കേട്ടാ. നമ്മളവിടെ സൈഡിലൂടെയാണ് കയറിയത്. ഫ്രണ്ട് വ്യൂ എടുത്തില്ല. ചെയറിൽ ഉണ്ടില്ലേ. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വരുന്നവരാണ് ഒന്നേ പറയാനുള്ളൂ. ഇവിടെ സൂര്യ സ്ഥലമില്ല. യെസ്, നമ്മള് ഒന്നെങ്കിൽ നല്ല നേരത്തെ വരണം, അല്ലെങ്കിൽ അങ്ങനെ ആരും ഉണ്ടാവാൻ അങ്ങനത്തെ ഒരു വർക്കിംഗ് ഡേ. ഒന്നാമത് വർക്കിംഗ് ഡേ അല്ലല്ലോ, വെക്കേഷൻ അല്ലേ. അപ്പൊ അതിന്റേതായ തിരക്ക്. വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ്, അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാനോ നല്ല ആസ്വദിക്കാനോ ഉള്ള ഒരു ടൈമോ സാഹചര്യമോ കിട്ടൂല. ഭയങ്കര റഷാണ്. തറവാടിന്റെ നടുമുറ്റത്തിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അതിനകം ഫുള്ള് കാണാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മൾ അവിടെ ഒക്കെ കയറി ഇറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഡെപ്ത് ഉണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഈ അടുത്ത് എല്ലാം ശരിയാണ്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമൊക്കെ ഉള്ള സ്പേസ് ആണെങ്കിലും നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും സൂക്ഷിക്കണം. ഈ ഒരു ഇൻസിഡന്റ് ഞാൻ അതുകൊണ്ട് ആഡ് ചെയ്തതാണ്. സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കിടക്കുന്ന അറിയത്തില്ല. എപ്പോ താഴെ പോയെന്ന് ചോദിച്ചു. നടുമുറ്റമുള്ള തറവാട് കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഷൂ ഊരി വെക്കാനാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് അടുത്ത പ്ലേസിലോട്ട് നമ്മൾ പോയത്. എന്റെ ഗ്ലോ കണ്ടോ? എന്റെ ആനിവേഴ്സറി ഗ്ലോ ഞാൻ മേക്കപ്പ് ഇട്ടത്. ഞങ്ങൾ കാറിൽ പോയി ഷൂ ഒക്കെ ഇട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവര് മേലെ കേറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു തവണ കയറിയെടുത്ത് ഇവര് കയറാഞ്ഞോണ്ട് വീണ്ടും കയറി. കേസ് കുറച്ചു നേരം അവിടെ നിന്ന് കുറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഷോ ഓഫും കാണിച്ചിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറിയ സൈഡിൽ കൂടെ അല്ല ഇറങ്ങിയത്, ഇപ്പുറത്തെ സൈഡിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റെയർ നല്ല രസം ഉണ്ടായിരുന്നു. ഒരു മറ്റേ ഇതിന്റെ പേരൊന്നും പറയാൻ എനിക്കറിയില്ല. അതെന്തായാലും നല്ല രസമുണ്ട്. ഈ സ്റ്റെയറിൽ കൂടെ ഇറങ്ങുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഓപ്പോസിറ്റ് ഒരാൾ വന്നാൽ അയാൾക്ക് കയറാനോ നമുക്ക് ഇറങ്ങാനോ പറ്റത്തില്ല. അതുകൊണ്ട് അറ്റ് സെയിം ടൈം ഒരാൾക്ക് ഇതുവഴി പോകാനോ ഇറങ്ങാനോ പാടുള്ളൂ. നമ്മൾ ഇറങ്ങുകയാണ്. ആക്ച്വലി ഇറങ്ങി വന്ന് നമ്മൾ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ചു നേരം ഇനി എന്താ ഉള്ളത് എന്താണ് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത് നമ്മൾ കാണിച്ച ഈ ബിൽഡിംഗ് ഇല്ലേ, ഇതിനകത്ത് അങ്ങനെ കയറാനുള്ള പെർമിഷൻ ഒന്നുമില്ല. അതിലെന്തോ ഔട്ട്സൈഡേഴ്സിന് അലൗഡ് അല്ലാത്തൊരു പോർഷൻ. പിന്നെ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരത്തില്ല. നമ്മളിപ്പോ ഈ പോകുന്നത് ഇതിന്റെ ബാക്കിലായിട്ടൊരു കുളമുണ്ട്, ആ ഭാഗത്ത് നമ്മൾ പോയിട്ടില്ല. ഇവരും മൂന്നുപേരും കൂടെ അവിടെയൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളിപ്പോ പോകുന്നത് ആ ഒരു പോർഷനിലോട്ടാണ്. ഈ കാണുന്ന വഴി ആ ഒരു കുളത്തിലോട്ടും അതുപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിലേക്കുള്ള വഴിയാണ്. ഈ അമ്പലത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനം ഇല്ല. അതുപോലെ ഇതിനകത്ത് കയറുന്നവർക്കും കുറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യേണ്ടിട്ടൊക്കെ കയറാനും പറ്റുള്ളൂ. അതിന്റെ ബോർഡൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇതിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കുളവും വരുന്നത്. കുളത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് സാരം. കുളത്തിലോട്ട് ഇറങ്ങുന്ന പോർഷൻ അവര് ഗേറ്റ് വെച്ച് പൂട്ടിയേക്കുവാണ്. ആ ഒരു പോർഷന്റെ അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് കാണാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫിലിമില് മറ്റേ അവരിരുന്ന് കഥ പറയുന്ന പോലത്തെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്ന പോർഷൻ ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രേതം ഫിലിമിലാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഈ വീഡിയോയിൽ കാണുന്ന പോലൊന്നും അല്ല. നമ്മൾ അവിടെ പോയി സമാധാനപരമായി കാണാനും ശ്രമിക്കാനും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മൾ അങ്ങനെ കുളം കണ്ടു. ഗൈസ്, ഇതില് ആ ഭാഗത്താണ് നമ്മളെ മനയിലുള്ള സ്ത്രീകൾക്കൊക്കെ കുളിക്കേണ്ട സ്ഥലം. ഇറങ്ങാൻ പ്രവേശനം ഇതുവഴിയാണ്. ഇവിടെ എന്തോ വഴിയുണ്ട്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോ നമുക്ക് അവിടെ ആരെ നിൽക്കുന്നത് കാണാലോ. സോ അതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. ടെക്നിക്ക് മനസ്സിലായില്ലേ?
ഇവിടെ എവിടോട്ട് അതിന്റെ വഴിയുണ്ട് കേട്ടോ. ഇവിടെ വഴിയുണ്ട്, സംഭവം ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഒരു ഗ്യാപ്പ് കിട്ടി, വേണേ ചാടിപ്പോവാ. ജീവനെ കുതിയുള്ളവർക്ക് ചാടാൻ പറ്റില്ല. ആ കലമ്പായി കിടക്കാണ്, നമ്മളെ വീടിന് വടക്കുറം കിടക്കില്ല അതേപോലെ. ബാക്കിലൂടെ കയറി വരുമ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിലോട്ടാണ് വരുന്നത്. ഇത് കാറൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയ ആയിട്ട് ഇട്ടേക്കുവാണ്. നമുക്ക് ബാക്കിലൂടെ മറ്റേ നമ്മൾ ആ വണ്ടി ഇട്ട സൈഡിൽ കൂടെ തന്നെ വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുവഴി അല്ല വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ വന്നിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു സൈഡിലൂടെ പോയി കണ്ടിട്ട് തിരിച്ചു പോവാന്ന് എഴുതിയിട്ട് നമ്മൾ ആ പാടവും കൂടെ കാണാനായിട്ട് പോവാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പരിപാടി വെക്കുന്ന സമയത്ത് ഇതുപോലത്തെ മെനകെട്ടൊരു കുരു വരും എന്നുള്ളത് നോർമലാണ്, എപ്പോഴും ഉള്ളത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി. ഇവിടുത്തെ ലൈറ്റിങ് കറക്കണം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. നമ്മൾ കാർ ഓടിച്ച് വന്നത് ആ പാടത്തിന്റെ സൈഡിലൂടെ വന്ന് ആ ഒരു വഴിയുടെ സൈഡിലോട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് ഇത്. ആടാ, അതാണ് ഫ്രണ്ട് ഭാഗമല്ലേ? അല്ല, സംഭവം പറഞ്ഞത് ബാക്ക് ഭാഗം തോന്നുന്നു അല്ലേ? ബാക്കിൽ കൂടെ ആണ് പ്രവേശനം ഉള്ളത്. സോ ഐ ഹോപ്പ് ദാറ്റ് വി ഓൾമോസ്റ്റ് കവർഡ്. ഒരു ഓൾമോസ്റ്റ് ആയിട്ടല്ല നമ്മൾ കവർ ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുമാതിരി ചപ്രകോല അയക്കണേ. ഓൾമോസ്റ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടു തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് വീട്ടിൽ പോകാനുള്ള പരിപാടി നോക്കണം. വിശക്കുന്നു. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഐശുവിനെ കുതിരയുടെ പുറത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമല്ല, ഐശുവിനെ കയറണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഈ ഒരു ബ്രൗൺ കുതിരക്കകത്ത് വലിയവരെയും ഈ ചെറിയ വൈറ്റ് കുതിരക്കകത്ത് കൊച്ചു കുട്ടികളെയാണ് കയറ്റുന്നത്. സോ നമ്മള് എന്താ ചെയ്ത് ടോക്ക് എടുക്കണം. ഐശുവിനെ കയറ്റി നമ്മൾ വിട്ടിട്ടുണ്ട്, തിരിച്ചു കൊണ്ടുവന്ന് ഇറക്കും എന്നുള്ള പ്രതീക്ഷയില്. ഇതില് കുട്ടികളും വലിയൊരു ഒരാൾ കയറിയപ്പോ 150 ആണ് കൊടുത്തത്. നമ്മള് ഒരാൾക്കാണെങ്കിൽ 100, ഒരാള് ഒരു ഹോഴ്സിൽ കയറുകയാണെങ്കിൽ 100. അങ്ങനെ നല്ലൊരു ബർഗർ എടുത്ത് സംഭവം വെജാണ്, നല്ല ടേസ്റ്റ് ഉള്ള സാധനം. വെജാണെന്ന് തോന്നുന്നില്ല, ഞാൻ മീറ്റ് കഴിച്ചിട്ട് കഴിക്കും. കാരണം ആ ഒരു ഫ്ലേവർ ആണ് സംഭവത്തിന്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട് ബർഗർ. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, ഒരു തവണ വരുമ്പോ നിങ്ങൾ കഴിച്ചു. ഇപ്പൊ സമയം 4:58 ഓൾമോസ്റ്റ്. ഇവിടെ 5 മണി വരെയാണ് ഓപ്പണിംഗ് ഉള്ളത്. സോ നൗ 4:58 സമയം. 5 മണിയാണ് ഇവിടുത്തെ ക്ലോസ്. ഒരുപാട് അങ്ങനെ വലിച്ചെടുക്കാണ്ട് പെട്ടെന്ന് തീരും. എന്നിട്ട് പിന്നെ നമ്മൾ തന്നെ നടന്ന് വിഷമിക്കും. എന്താ പറയുന്നത്? ഞാൻ പറയണത് തീർത്തില്ല. ഇവിടെ ഇപ്പൊ സമയം 4:59 ആയിട്ടുണ്ട്. കഴിഞ്ഞോ എല്ലാവരുടെയും? ഇപ്പൊ സമയം 4:59 ആയിട്ടുണ്ട്. ഇവിടുത്തെ എൻട്രി ടൈം 9ഉം നമ്മള് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈം 5 മണി വരെയാണ്. അപ്പോ 5:30 ഓൾമോസ്റ്റ് കഴിയാനായി. 5-ന് മുന്നേ വരിക, എന്നാലും നിങ്ങൾക്ക് വന്നിട്ട് കാര്യം. അതെ, ഇവിടെ ചായ പിടിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞ അവിടെ ഒന്നും ഇല്ല, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു ബർഗർ മേടിച്ച സംഭവം നല്ലതാണ്. പിന്നെ ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോ അവര് പറയുന്നുണ്ട് ഇനി കുതിരയ്ക്ക് ഉള്ള ടിക്കറ്റ് കൊടുക്കണ്ടട്ടോ എന്ന് പറയുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് ക്ലോസിംഗ് ടൈം ആയി കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു പരിപാടിയും ഇല്ല. സോ നമ്മൾ 5:30 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് മെയിൻ ചെയ്യണ്ട, 5 ആണ് മെയിൻ. അതിന് മുന്നേ എത്താൻ നോക്കാം. അതിന് മുന്നേ ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണോ, 1.5 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുഴപ്പമില്ല, സംഭവം കൊള്ളാം. പിന്നെ വരുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു എസ്തെറ്റിക് ലുക്കിൽ വന്നു കഴിഞ്ഞാല്, കുറച്ച് ട്രഡീഷണൽ ലുക്കിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു ഭംഗി കിട്ടത്തില്ല. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ വഴി തെറ്റി, വഴി ശരിയാക്കി, തിരിഞ്ഞും മറിഞ്ഞ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതവസ്ഥ. നമ്മളൊരു റിലേറ്റീവിന്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അവിടെ ചെന്ന് അവരെ കാണാൻ വേണ്ടി പോയ പോക്കാണ് ആ വഴിയൊക്കെ തെറ്റിയത്. അതിനുശേഷം ഐശുവിനെ റിയനെയൊക്കെ റിയന്റെ ഉമ്മാന്റെ വീട്ടിൽ ഇറക്കി വിട്ടിട്ടാണ് നമ്മൾ വന്നത്. അവർ ഉമ്മാനെ ഇറക്കി വിട്ടു, അതൊരു പോയി ഇറക്കി വിടാൻ വേണ്ടി ചെന്നതാണ്. അവരെ കൊണ്ട് അവിടെ ആക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ ഐശുവിന്റെ റിയന്റെ ഉമ്മ, അതായത് സാബിമേമാന്റെ ഉമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വീക്ക്നെസ് ആണല്ലോ. പിന്നെ എന്തായാലും അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്തി, അതുപോലെ പൊറോട്ട ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ സലാഡും ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ബട്ടൂര ഉണ്ടായിരുന്നു, ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു. എന്തായാലും ഫുഡൊക്കെ നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. ബിക്കോസ് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ മാറിപ്പോന്ന്. അപ്പൊ എല്ലാരോടും പോയിട്ട് വരാം. വരുന്നില്ലേ അങ്ങോട്ട്? ദെൻ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ, അതും കൂടെ മുറിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്ന് ഫ്രഷ് ആയപ്പോ കിട്ടിയ ഫീൽ ഉണ്ടല്ലോ, ഭയങ്കരമാണ്.